ഇത് എന്തായി ഒടിക്കണെന്ന് മനസ്സിലായി. ഇത് ആര്യവേപ്പാണ് കേട്ടോ. ആര്യവേപ്പിന് എന്താ വീട്ടിലെ കാര്യം എന്ന് അറിയണോ? എന്നാ അമ്മ ഉണ്ടാക്കണ ഒരു സ്പെഷ്യൽ ഓയിലാണ് കാണിക്കുന്നത്. അതിന്റെ കൂടെ മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കിയ മഞ്ഞളും ആര്യവേപ്പിന്റെ ഇലയും കൂടി മിക്സിയിൽ തീരെ വെള്ളം ചേർക്കാതെ അരച്ചിട്ടെടുക്കണം. ഉണ്ണി ചെറിയ കുട്ടിയാവുമ്പോഴേ അമ്മ ഈ ഓയിൽ ഉണ്ടാക്കി തരും കേട്ടോ. മഞ്ഞളെണ്ണ എന്നാണ് അമ്മ ഇതിനെ പറയാറ്. തണുപ്പാകുമ്പോൾ നമ്മളെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ചൊറിയൊക്കെ ചെയ്യല്ലോ. അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഓയില്. നാച്ചുറൽ ആയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫേസിലും നമുക്ക് ധൈര്യമായിട്ട് തേക്കാം. കുറെ കാലം കേടുകൂടാണ്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ. നല്ല വൃത്തിയുള്ള തുണിയിൽ മഞ്ഞളും ആര്യവേപ്പും കൂടി പിഴിഞ്ഞു മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പൊ അടി കട്ടിയുള്ള ഒരു പാത്രത്തില് നല്ലെണ്ണയും പിന്നെ നമ്മൾ പിഴിഞ്ഞു വെച്ചതൊക്കെ ഒഴിച്ചിട്ട് ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. എണ്ണ ഇങ്ങനെ പാകമായി വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എപ്പോഴും അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരാറല്ലേ ചെയ്യാറ്. അങ്ങനെ നമ്മുടെ മഞ്ഞൾ എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കളറ് നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ.